ഹലോ ഫ്രണ്ട്സ്, ദളപതി 70 എന്നൊരു പടം ഉണ്ടായതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. പിന്നെ ഒരു കാര്യം, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ ഇടാൻ പറ്റിയ കുറച്ച് അടിപൊളി ഷൂസ് നമ്മൾ പ്രൊഡക്റ്റ് ടാഗ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് നോക്കിയിട്ട് വരാവുന്നതാണ്. കണ്ടന്റിലോട്ട് കടക്കുകയാണെങ്കിൽ, ഈ ലിയോ റിലീസ് കഴിഞ്ഞ് ഏകദേശം ഗോട്ട് അനൗൺസ്മെന്റ് വരുന്ന ടൈമിൽ വരെ ഒരു ഓളമായിരുന്നു ദളപതി ലൈനപ്പിൽ റൂമേഴ്സ് വെച്ച്. ദളപതി 70 ടു 75 വരെയുള്ള പടങ്ങളെക്കുറിച്ച് വരെ ലൈനപ്സ് ഉണ്ടായിരുന്നു. ഏത് ഡയറക്ടർ വരുമെന്ന് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു അറിയാനുള്ളത്. എന്നാൽ പിന്നീട് അതെല്ലാം പോയി കിട്ടി. ഇപ്പോൾ ലാസ്റ്റ് പടത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ഈ പൊളിറ്റിക്കൽ പാർട്ടി അനൗൺസ്മെന്റ് ചെയ്ത് ഗോട്ടിൻ്റെയൊക്കെ ഷൂട്ട് ടൈമിൽ വന്നൊരു ന്യൂസായിരുന്നു. എന്നാൽ അന്ന് ഇത് വലിയ ട്രെൻഡായില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദളപതി 70 എന്നൊരു പടം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യമായിരുന്നു. അതിനുവേണ്ടി ഡയറക്ടർ, പ്രൊഡ്യൂസർ എല്ലാം തന്നെ ചർച്ച നടത്തിയിരുന്നു. അങ്ങനെ ചെയ്യാൻ കാരണം തന്നെ അന്ന് വിജയ് റിട്ടയർമെൻറ്റ് തീരുമാനിച്ചിട്ടില്ല. പകരം 2-3 വർഷം ബ്രേക്ക് മാത്രമായിരുന്നു തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെ ദളപതി 70 എടുത്തിട്ട് ബ്രേക്കിന് പോകാമെന്നായിരുന്നു ആ തീരുമാനം. ദളപതി 70 വിജയ് തീരുമാനിച്ചത് വലിയൊരു മുഴുനീള പടമല്ലാണ്ട് ഒരു ചെറിയ കാൾഷീറ്റിൽ ഒതുങ്ങുന്ന പെട്ടെന്ന് ഷൂട്ട് തീർക്കാൻ പറ്റിയൊരു പടമാണ് തീരുമാനിച്ചത്. പുതിയ പ്രൊഡക്ഷൻ കമ്പനിയെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്നായിരുന്നു. എന്നാൽ പിന്നീട് വിജയ് തീരുമാനം മാറ്റി ആ പ്രൊജക്റ്റ് ഡ്രോപ്പ് ചെയ്തു. ഇനി പൊളിറ്റിക്സ് മാത്രം ഫോക്കസ് ഉള്ളൂ, പടം ചെയ്യുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചു. അഗ്രിമെൻറ്റിൽ ഒപ്പിടാത്തത് കൊണ്ട് തന്നെ ഈസി തന്നെ പ്രൊജക്റ്റ് ഡ്രോപ്പ് ആക്കി കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ ദളപതി 69 തന്നെ ഉണ്ടാകില്ലായിരുന്നു. അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടത് കൊണ്ടും കമ്മിറ്റ് നേരെ ചെയ്തത് കൊണ്ടും മാത്രമാണ് ദളപതി 69 ഇപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ ദളപതി 68 ലാസ്റ്റ് പടമായേനെ. ഇപ്പോൾ ഫുൾ പൊളിറ്റിക്സിൽ ഇറങ്ങി ഒരു പക്കാ പൊളിറ്റീഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഭാഗ്യമില്ല, ദളപതി 70 ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. 70 പടം എന്ന മൈൽ സ്റ്റോൺ എത്തിയേനെ. പക്ഷേ ഭാഗ്യമില്ലാണ്ടായിപ്പോയി. എന്തായാലും ഈ റിട്ടയർ ഒന്നും തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ ദളപതി 70 അറ്റ്ലി പടം കിട്ടുമായിരുന്നു. ദളപതി 71 ലിയോ 2 കിട്ടുമായിരുന്നു. അടുപ്പിച്ച് പൊളി ഐറ്റംസ് തന്നെ കിട്ടിയേനെ. ഭാവിയിൽ മനം മാറ്റി പടം ചെയ്താൽ കൊള്ളാം. അപ്പോൾ ഇതൊരു ഓൾഡ് ന്യൂസാണ്, പക്ഷേ കൂടുതൽ പേർക്കും അറിയില്ല. അതുകൊണ്ട് ഈ വരും പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നത് കമൻറ്റിൽ പറഞ്ഞാൽ മതി. അതുപോലെ താഴെ കാണാൻ ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ നൽകുക. സൈഡിൽ സബ്സ്ക്രൈബ് ബട്ടൺ ബെല്ലിലൂടെ കൊള്ളായിരുന്നു. എന്നാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.